ബി.ജെ.പിക്കാർക്ക് ഇനി പരീക്ഷ തെക്കുവടക്ക് ഓടി നേതാക്കന്മാർ. CPIM-നും CPI-ക്കുമൊക്കെ പാർട്ടി ക്ലാസ് ഉണ്ട്. എന്താണ് പാർട്ടിയുടെ നയം, എങ്ങനെയാണ് പെരുമാറേണ്ടത് ജനങ്ങളോട്, ഏതെല്ലാം തരത്തിലാണ് പാർട്ടിയെ വളർത്തേണ്ടത്, പ്രത്യയശാസ്ത്രം എന്താണ് തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ പാർട്ടി ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ആ പാർട്ടി ക്ലാസിന്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഓൺലൈൻ വഴിയൊക്കെയാണ് എടുക്കുന്നത്, യൂട്യൂബ് വഴിയൊക്കെയാണ് പാർട്ടി ക്ലാസ് എടുക്കുന്നത്. അതിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ലാസ് എന്ന് പറയുന്നത് മുൻ മന്ത്രി P. രാജീവിന്റെ ക്ലാസ്സാണ്. അതിപ്പോഴും യൂട്യൂബിലുണ്ട്, പോയി കേൾക്കാം. ഇപ്പോൾ CPIM-ന്റെ ചുവട് പിടിച്ചുകൊണ്ടാവണം BJP-ക്കാർക്കും പരീക്ഷ നടത്തുകയാണ്. പ്രത്യയശാസ്ത്ര പരീക്ഷ, പാർട്ടിയുടെ ചരിത്രം തുടങ്ങി 4 പേപ്പറുകളിൽ പരീക്ഷ എഴുതി പാസ്സായെങ്കിൽ മാത്രമേ ഇനി BJP നേതാവാകാൻ കഴിയുകയുള്ളൂ. ഈ പരീക്ഷയുടെ പേരാണ് ഡിജിറ്റൽ പ്രശിക്ഷൺ അഭിയാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി, ഒരു പരീക്ഷ പാഠ്യപദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ്. ആ പരീക്ഷാ പാഠ്യപദ്ധതിയിൽ 4 പേപ്പറാണുള്ളത്. ആ 4 പേപ്പറിൽ ജയിച്ചെങ്കിൽ മാത്രമേ ഒരാളെ BJP നേതാവായി കണക്കാക്കാൻ കഴിയുകയുള്ളൂ. പരീക്ഷ എഴുതുന്നതനുസരിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കും. മാത്രമല്ല, അഥവാ പരീക്ഷയ്ക്ക് തോറ്റാൽ സപ്ലി എഴുതണം, സപ്ലിമെന്ററി എഴുതി പരീക്ഷ പാസ്സാകണം. ഇത് ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട BJP നേതാക്കളെ വലച്ചിരിക്കുകയാണ്. കാരണം ഇത് ആപ്പ് വഴിയൊക്കെയാണ് ഈ പരീക്ഷയിൽ പഠിക്കേണ്ടതും അതേപോലെ തന്നെ പരീക്ഷ എഴുതേണ്ടതും. ഇത് എന്താണ് ഇതിന്റെ വിശദാംശം എന്ന് നമുക്ക് പരിശോധിക്കാം. സരൾ ആപ്പ്, നമോ ആപ്പ്, ഈ 2 ആപ്പുകൾ വഴിയാണ് ഇതിന്റെ സിലബസും പാഠ്യപദ്ധതികളും ഉള്ളത്. പാഠ്യപദ്ധതികൾ: 1, പാർട്ടിയുടെ ചരിത്രം എന്താണ് എന്ന് വിശദമായി പഠിക്കുക എന്നുള്ളതാണ്. 2ാമത്, എന്താണ് പ്രത്യയശാസ്ത്രം, BJP-യുടെ പ്രത്യയശാസ്ത്രം എന്താണ്, അത് പഠിക്കുക. ഇതാണ് ഇപ്പോൾ BJP-യിലെ താഴെത്തട്ടിലുള്ള നേതാക്കൾ മുതൽ രാജീവ് ചന്ദ്രശേഖർ വരെ ഉള്ള നേതാക്കൾ വരെ നേരിടുന്ന വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം. കാരണം ഇത് രാജീവ് ചന്ദ്രശേഖറിന് ബാധകമാണ്. മണ്ഡലം ജനറൽ സെക്രട്ടറി പോലുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു നേതാവിനും ബാധകമാണ്. പ്രത്യയശാസ്ത്രം കാണാതിരുന്ന് പഠിക്കണം. കറണ്ട് കട്ടുള്ള സമയമാണെങ്കിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച് പഠിക്കണം. പഠിച്ച് പരീക്ഷ പാസ്സാകണം. സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ BJP-ക്കാരനാണ്, BJP നേതാവാണ് എന്നുള്ള ആ ഒരു പൊസിഷൻ കിട്ടുകയുള്ളൂ. അഥവാ പരീക്ഷയ്ക്ക് തോറ്റാൽ സപ്ലിമെന്ററി പരീക്ഷയ്ക്കുള്ള അവസരമുണ്ട്, സപ്ലി എഴുതണം. ആ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ഒരു പാർട്ടി ഭാരവാഹി എന്ന് പറയുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളുള്ള ആളാണ്. അയാൾക്ക് നാട്ടിലെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, അങ്ങനെ 100 കൂട്ടം കാര്യത്തിന് ഓടി നടക്കുന്നതാണ് ഓരോ പാർട്ടിയിലെയും പ്രാദേശിക നേതാക്കൾ മുതൽ ഉയർന്ന നേതാക്കൾ വരെ. അതിനിടയിലാണ് ഈ പരീക്ഷയ്ക്ക് പഠിക്കുക എന്നുള്ളത്. എങ്ങനെ പഠിക്കാനാണ് ഈ പാവപ്പെട്ട ഈ പറയുന്ന നാട്ടുംപുറത്തെ നേതാക്കൾ? അവരൊക്കെ എങ്ങനെയാണ് ഈ ആപ്പ് ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് സരൾ ആപ്പ് അപ്ലോഡ് ചെയ്യണം. അതേപോലെ തന്നെ നമോ ആപ്പും അപ്ലോഡ് ചെയ്തും ഇതിൽ ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യാൻ അതിൽ സിലബസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഡിജിറ്റൽ പ്രശിക്ഷൺ അഭിയാൻ എന്ന് പറയുന്ന ഈ പരീക്ഷ പാസ്സാകണം. പാർട്ടിയുടെ ചരിത്രം പഠിച്ച് ആ ചരിത്രത്തെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങൾ എഴുതണം. പിന്നീട് പ്രത്യയശാസ്ത്രം എന്താണ് എന്നതിനെക്കുറിച്ച് പഠിച്ച് എഴുതണം. ഇവിടുത്തെ ഒരു പ്രശ്നം വരുന്നത്, പലർക്കും ഈ ഭാഷ അറിയില്ല. ഇത് ഹിന്ദി ഭാഷയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി പ്രാദേശിക ഭാഷയിൽ ഉണ്ടോ എന്നും നമുക്കറിയില്ല. ഒരുപക്ഷെ പ്രാദേശിക ഭാഷയിൽ കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഭാഷ അറിയാമെങ്കിൽ പോലും ഈ പ്രത്യയശാസ്ത്രമൊക്കെ എങ്ങനെ പഠിക്കും? ഈ പാവപ്പെട്ട മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ അവരിത് കാണാതെ പഠിച്ചു പോയി എഴുതണ്ടേ? മാത്രമല്ല, ഇവിടെ കോപ്പി അടിക്കുന്ന പേടിയുമുണ്ട്. കാരണം ഈ അടുത്തിരിക്കുന്ന ഒരുത്തന് ഭാഷ അറിയാൻ ഇതിനെക്കുറിച്ച് ധാരണയുള്ള ഒരുത്തനാണെങ്കിൽ ഈ തൊട്ടടുത്തിരിക്കുന്ന ഒരുത്തൻ ഇത് അറിയത്തില്ലെങ്കിൽ അവൻ സ്വാഭാവികമായി നോക്കി എഴുതും, കോപ്പി എഴുതും. അതേപോലെ കയ്യിൽ എഴുതിക്കൊണ്ട് വന്നിട്ട് കമ്പ്യൂട്ടറിനകത്ത് ഇത് ചേർക്കും. അങ്ങനെ കോപ്പിയടി ഭീതിയുണ്ട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം ഈ പറയുന്ന പോലെ BJP-യുടെ താഴേക്കിടയിലേക്ക് പ്രവർത്തിച്ച് വന്ന ആളല്ല. പോസ്റ്റർ ഒട്ടിച്ചും അതേപോലെ മുദ്രാവാക്യം വിളിച്ചും ധർണ നടത്തിയൊന്നും വന്ന ആളല്ല. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹം വരെ ഈ രാത്രി കുത്തിയിരുന്ന് പഠിക്കണം, പ്രത്യയശാസ്ത്രം പഠിക്കണം, പാർട്ടിയുടെ ചരിത്രം പഠിക്കണം. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ പരീക്ഷ എഴുതണം. രാജീവ് ചന്ദ്രശേഖർ പരീക്ഷ എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ പെട്ടിയെടുപ്പുകാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് ഇത് അറിയണമെന്നില്ല. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എഴുതുന്നത് നോക്കി അവർ കോപ്പി അടിക്കില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. കോപ്പിയുടെ പ്രശ്നമുണ്ട്. പരീക്ഷയ്ക്ക് തോറ്റാൽ സപ്ലിമെന്ററി എഴുതണം. ഇങ്ങനെയുള്ള 100 കൂട്ടം പ്രശ്നങ്ങളാണ് ഇവരെ വരയ്ക്കുന്നത്. 1 ലക്ഷം പേർക്കാണ് ഇത് പരീക്ഷ എഴുതേണ്ടി വരുന്നത്. ആ പരീക്ഷ എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നേതാവ്
നേതാവാകാൻ പറ്റുള്ളൂ. പരീക്ഷയ്ക്ക് തോറ്റാൽ നേതാവില്ല. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായിട്ട് ഈ സാധാരണക്കാരനായിട്ടുള്ള BJP നേതാക്കളുടെ തലയിൽ ഒരു ഇടുത്തി വീണ പോലെ വന്നു വീടിരിക്കുകയാണ് ഈ ഡിജിറ്റൽ പ്രശിക്ഷൺ അഭിയാൻ. പേര് പറയാൻ പോലും പാവപ്പെട്ടവർക്ക് ഒരുപക്ഷെ നാക്ക് വഴങ്ങിയെന്ന് വരില്ല. ഒന്നുകൂടി പറയാം, ഡിജിറ്റൽ പ്രശിക്ഷൺ അഭിയാൻ എന്നാണ് നിങ്ങളുടെ പരീക്ഷയുടെ പേര്. അതുകൊണ്ട് അച്ചടക്കത്തോടെ ഇന്ന് രാത്രി മുതൽ പഠിച്ചു തുടങ്ങുക. പരീക്ഷ ഉടൻ വരും, ആ പരീക്ഷാക്കാലമാണ്. അതുകൊണ്ട് അടിയന്തരമായി പഠിക്കുക. ഇനി BJP-ക്കാർക്ക് മാത്രമാണോ ഇതുള്ളത് എന്ന് ചോദിച്ചാൽ അല്ല, മോർച്ചക്കാർക്കുമുണ്ട്. വനിതാ മോർച്ചക്കാർക്കുണ്ട്, യുവമോർച്ചക്കാർക്കുണ്ട്, പട്ടിക മോർച്ചക്കാർക്കുണ്ട്, പട്ടികജാതി മോർച്ച, അങ്ങനെ BJP-യുമായി അനുബന്ധമായിട്ടുള്ള എല്ലാ മോർച്ചക്കാർക്കും ഒരുപോലെ ഇരുന്ന് കുത്തിയിരുന്ന് കാണാതെ പഠിച്ച് ഇത് പരീക്ഷ എഴുതി പാസ്സായില്ലെങ്കിൽ, സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. മാത്രമല്ല മണ്ഡലം ജനറൽ സെക്രട്ടറി പരീക്ഷ എഴുതി പാസ്സായി അദ്ദേഹത്തിന് സപ്ലി ആണെങ്കിലും കുഴപ്പമില്ല, സപ്ലിമെന്ററി എഴുതി ഇപ്പോൾ ഒരു തവണ സപ്ലിമെന്ററി തോറ്റെങ്കിൽ വീണ്ടും എഴുതാം. അങ്ങനെ പല പല സപ്ലിമെന്ററി പരീക്ഷ എഴുതി ജയിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ അത് ഉടനടി തന്നെ ജില്ലാ ഘടകത്തിന് റിപ്പോർട്ട് ചെയ്യണം, മേൽഘടകത്തിന് ബോധ്യപ്പെടണം. അല്ലാതെ വെറുതെ ഞാൻ പരീക്ഷ എഴുതി എനിക്ക് സർട്ടിഫിക്കറ്റ് എഴുതി പറഞ്ഞാൽ പോരാ, ആ സർട്ടിഫിക്കറ്റ് മേൽഘടകത്തിന് ഹാജരാക്കണം. അങ്ങനെ ഹാജരാക്കി മേൽഘടകം അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ ഈ നേതൃപദവി നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മുതൽ ഈ മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ വരെ ഉള്ളവർ കുത്തിയിരുന്ന് ഇത് പഠിക്കുകയാണ്, പാർട്ടിയുടെ ചരിത്രം പഠിക്കുകയാണ്, പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം പഠിക്കുകയാണ്. ഏതെങ്കിലും വരുന്നത് തോറ്റുപോയാൽ മറ്റുള്ള ആരിലും അറിഞ്ഞ നാണക്കേടാണ്. കാരണം അത് വെച്ചിപ്പം പാരപണിയും. ഈ എപ്പോഴും നേതാക്കന്മാരെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, എല്ലാ പാർട്ടിയിലെ നേതാക്കന്മാർ മസിൽ പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ മസിൽ പിടിച്ച് നടക്കുന്ന നേതാക്കൾ പരീക്ഷ തോറ്റിട്ടുണ്ട്, സപ്ലിക്ക് പഠിക്കുകയാണ് എന്ന് ഒരു ലോക്കൽ നേതാവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തിരുന്നതാണ് ഈ മസിൽ പിടുത്തം. അതുകൊണ്ട് എല്ലാവരും കുത്തിയിരുന്ന് പഠിക്കുകയാണ്. 1,00,000 പേരാണ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നേതാക്കന്മാർ പാർട്ടിയുടെ ചരിത്രവും പ്രത്യയശാസ്ത്രവും അടങ്ങുന്ന ഈ 4 പരീക്ഷകൾ, ഒരു പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ ആ പരീക്ഷ ജയിച്ചിട്ട് അടുത്ത പരീക്ഷ എഴുതാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു പരീക്ഷ എഴുതിയിട്ട് ഉടൻ തന്നെ രണ്ടാമത്തെ പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല. ആദ്യത്തെ പരീക്ഷ ജയിച്ച് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം മാത്രമേ രണ്ടാമത്തെ പരീക്ഷയ്ക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അവസാനമാണ് ഈ ഫൈനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അങ്ങനെ ആദ്യത്തെ പരീക്ഷ തോറ്റ് സപ്ലി എഴുതി തോറ്റ് രണ്ടാമത് പരീക്ഷ എഴുതുമ്പോൾ ഒരുപക്ഷെ വീണ്ടും തോക്കും. അങ്ങനെ വീണ്ടും സപ്ലിമെന്ററി എഴുതി തോറ്റ് വീണ്ടും മൂന്നാമത് എഴുതും, അതും ചിലപ്പോൾ പാസ്സായെന്ന് വരില്ല. അവിടെയും ഒരുപക്ഷെ തട്ടിക്കൂട്ടി കോപ്പി അടിച്ചൊക്കെ ആ പരീക്ഷ എഴുതി ജയിച്ച് അവിടെയും സപ്ലിമെന്ററി പരീക്ഷ വന്ന് പിന്നെ 4ാമത്തെ പരീക്ഷ എഴുതി അവിടെയും തോറ്റ് അവസാനം സപ്ലിമെന്ററി പരീക്ഷ എഴുതി 4ാമത്തെ പരീക്ഷയും പാസ്സായി കഴിഞ്ഞെങ്കിലേ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അത്രയും പാടാണ്. അത്രയും നേരം കുത്തിയിരുന്ന് പഠിക്കണം, ഇതെല്ലാം പഠിക്കണം. മാത്രമല്ല ഈ പറയുന്നത് പോലെ മുതിർന്ന നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരൻ ഈ പരീക്ഷയെ തോക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം എന്തെല്ലാം തിരക്കുള്ള ആളാണ്. അദ്ദേഹം ടെക്നോക്രാറ്റാണ്, വെറും BJP പുറത്ത് മാത്രമല്ല ഇപ്പോൾ MLA ആണ്. എന്തെല്ലാം തിരക്കുള്ള ആളാണ് അദ്ദേഹം. പാർട്ടി ചരിത്രം പഠിക്കണം, പ്രത്യയശാസ്ത്രം പഠിക്കണം, പരീക്ഷ എഴുതണം. അങ്ങനെ ആരും ഇതിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. ഏതായാലും ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചെങ്കിൽ മാത്രമേ ഇനി കൊടി പിടിച്ച് നേതാവെന്ന് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് 1,00,000 പേർ BJP-ക്കാർ കുത്തിയിരുന്ന് ഈ പറയുന്ന പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാരും ശല്യം ചെയ്യരുത്. അത് നേതാവാകാനുള്ള പരീക്ഷയ്ക്ക് അദ്ദേഹം ശ്രദ്ധാപൂർവം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും അദ്ദേഹത്തെ ഉപദ്രവിക്കരുത്, അല്ലെങ്കിൽ സപ്ലിമെന്ററി പരീക്ഷ എഴുതി അദ്ദേഹത്തിന് കഷ്ടപ്പെടേണ്ടി വരും. ആദ്യത്തെ ചാൻസിൽ തന്നെ അദ്ദേഹം ജയിക്കണം എന്നാണ് എല്ലാവരുടെയും. വീട്ടുകാരും അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രോത്സാഹനം നൽകണം. അദ്ദേഹത്തിന് രാത്രി ഉറക്കം വരുന്നെങ്കിൽ കട്ടൻ ചായ ഒക്കെ ഇട്ടുകൊടുത്ത് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ പരീക്ഷ എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ട് അദ്ദേഹത്തെ വലിയൊരു നേതാവാക്കി മാറ്റുക എന്നുള്ളതായിരിക്കണം BJP നേതാക്കളുടെ ഓരോ കുടുംബത്തിൻ്റെയും ലക്ഷ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.